60% വില വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഉൽപ്പന്നവും നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുക? ഈ റേറ്റ് കൂട്ടാന്നല്ലാണ്ട് വേറൊരു കോമഡി നമ്മൾ ആരും മുന്നിലില്ല. രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഒരു 4 നേരമൊക്കെ ഹോട്ടലിന് അപ്പോൾ ഒരു 5 റുപ്യ കൂടുമ്പോൾ തന്നെ അവർക്ക് ദിവസം 20-30 റുപ്യ അധിക ചിലവ് വരുമ്പോൾ അങ്ങനെ പ്രയാസം ഉണ്ടാവുമല്ലോ. വലിയൊരു പ്രതിസന്ധിയിലാണ്. കാരണം ഹോട്ടലിന്റെ മുമ്പിൽ വന്ന് പോക്കറ്റിലേക്ക് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കേണ്ട രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് പാചകവാതകത്തിന്റെ പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുകയാണ്. ഇതോടൊപ്പമാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇന്ന് 993 രൂപ വർദ്ധിച്ചിരിക്കുന്നത്. ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും ചെറുകിട വ്യവസായത്തെയും വളരെ പ്രതികൂലമായിട്ടാണ് ഇതെല്ലാം ബാധിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇപ്പം ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് നല്ലോണം ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഷോർട്ടേജ് മാത്രമല്ല, അതിനിടയിൽ ചെറിയൊരു റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അന്നേ നമുക്ക് ബുദ്ധിമുട്ടാണ്. പ്ലസ് നമുക്ക് ഈ ഗ്യാസിനെ മാത്രമല്ലാണ്ട് ബാക്കിയും കുറേ നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ സാധനത്തിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട്. പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർസൽ കവർ കാര്യങ്ങളെല്ലാം ഓൾറെഡി നല്ലൊരു എമൗണ്ട് കൂടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ലഭ്യത കുറഞ്ഞിട്ട് അധികം സാധനത്തൊന്നും റേറ്റ് കൂട്ടാനാണ് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ കൂടി വന്നുകൊണ്ട് നമുക്ക് റേറ്റ് കൂട്ടാന്നല്ലാണ്ട് വേറൊരു കോമഡി നമ്മൾ ആരും മുന്നിലില്ല. ഹോട്ടലെല്ലാവരും കുടുങ്ങിയിരിക്കുകയാണ്. ഇത്രയ്ക്കൊരു മാറ്റം വരുമ്പം നമുക്ക് എന്തായാലും സാധനത്തിന് വില കൂടണം. ഈ സാധനത്തിന് വില കൂട്ടുമ്പം ഈ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ചില കസ്റ്റമേഴ്സ് നമ്മളോട് വില ഉണ്ടാക്കും. അയച്ചാൽ ചെറിയ മാറ്റമല്ലല്ലോ പറഞ്ഞത്. 1000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമാണ്. ഒരു കുറ്റി തന്നെ ഒരു ദിവസം എടുക്കുന്നവർക്ക് തന്നെ ഒരു മാസത്തേക്ക് വരുമ്പം 30,000 രൂപേൻ്റെ അടുത്ത് മാറ്റം വന്നു. നമുക്ക് 30,000 എന്നൊക്കെ ലോസ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലവർക്ക് ഈ പൊറോട്ടയും ചായയും മാത്രം കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അതിൻ്റെ മേലെ അത്യാവശ്യം റേറ്റ് കൂട്ടേണ്ടി വരും. എന്നാലും അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ചോറാണ് കൂടുതൽ പോകുന്നത്. അപ്പോൾ ചോറിലേക്ക് ചെറിയൊരു ഹൈക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. മാർച്ച് തൊട്ട് നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മാക്സിമം എല്ലാവരും പിടിച്ച് നിൽക്കാൻ നോക്കി. അന്നൊന്നും ആരും ഓവർ റേറ്റ് ഇതുവരെ എൻ്റെ അറിവില്ല ഓവർ ആരും കൂട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള മാക്സിമം നമ്മൾ കൂട്ടാണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇപ്പം ആ ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് കൂട്ടാന്നുള്ള ഒരു ഓപ്ഷനെ മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ പല ഹോട്ടലുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ സിലിണ്ടറിന് 150 രൂപ വർദ്ധിച്ചു. ഏപ്രിലിൽ 200 രൂപ വർദ്ധിച്ചു. ഇപ്പോൾ ഇന്ന് 993 രൂപ വർദ്ധിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞൊരു 2 മാസം കൊണ്ട് ഗ്യാസിൻ്റെ വില ഒരു സിലിണ്ടറിന് 60% വർദ്ധിച്ചു. ഇന്ന് എനിക്ക് തോന്നുന്നില്ല 60% വില വർദ്ധിച്ച ഒരു ഉൽപ്പന്നം ഇന്ന് മാർക്കറ്റിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അസംസ്കൃത സാധനങ്ങളുടെ വിലയും നമ്മളെ നിർമ്മാണ രീതിയും ഞങ്ങൾ വിതരണം ചെയ്യുന്ന രീതിയും ഇതൊക്കെ വെച്ചിട്ടാണ് ഹോട്ടലിൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിപ്പിക്കുക. ഇന്നത്തെ അവസ്ഥയിൽ ഞങ്ങൾ വിൽക്കുന്ന വിലയ്ക്ക് ഞങ്ങൾക്ക് ഉൽപ്പന്നം നിർമ്മിക്കാൻ കഴിയില്ല. അപ്പോൾ വില വർദ്ധിപ്പിക്കാതെ ഈ ഒരു ഉൽപ്പന്നം ഒരു കസ്റ്റമർക്ക് ഞങ്ങൾക്ക് നിർമ്മിച്ച് നൽകാൻ പറ്റില്ല. ഞങ്ങൾ വില കൂട്ടുകയല്ല ചെയ്യുന്നത്. ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഭക്ഷണം ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് വന്നിട്ട് പോക്കറ്റ് നോക്കി ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭക്ഷണത്തിൻ്റെ വില ഏത് രീതിയിലേക്ക് മാറി കഴിയേണ്ടി വരും. ഹോട്ടൽ മേഖല ഇനി എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ നിലവിലുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത് ഞങ്ങൾ കുറേ ഭാഗത്ത് പൂട്ടിയിടാൻ പോവുകയാണ്. ഹോട്ടൽ കച്ചവടം തന്നെ നിർത്താൻ പോവുകയാണെന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളുടെ മെമ്പർമാരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു ആശങ്ക. ഭയങ്കരമായിട്ട് ബാധിക്കും. ഗ്യാസ് മാത്രം ആശ്രയിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ബാധിക്കും. പക്ഷേ ഇതിനോടനുബന്ധിച്ച് തന്നെ വിറകിനും കൂട്ടും. മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ആളുകൾ വിറകിലേക്ക് പോകും ഗ്യാസ് ഉള്ളവർ. അപ്പോൾ പിന്നെ അവിടെയും ടൈറ്റ് ആവും. ഇപ്പോൾ തന്നെ ഓൾറെഡി വിറക് കിട്ടാനും ഇല്ല. അത് ഉള്ള തന്നെ വലിയ വിലയാണ്. വില വർദ്ധിപ്പിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ കഴിയുമെന്ന് നോക്കണം. കാരണം ഞങ്ങളെ കസ്റ്റമറൊക്കെ ഒരു 10-60-70% സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. നമുക്കറിയാലോ ഓരോരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ.